സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 7th ചാപ്റ്ററായ ഈശാവാസ്യം ഇതം സർവം എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. അധഃ പ്രദത്താനാം പ്രശ്നാനാം ഏകപദേന ഉത്തരാണി ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി 1 വേർഡിൽ ആൻസർ എഴുതുക. ദൈത്യരാജഃ കഃ? അസുര രാജാവ് ആരാണ്? ഹിരണ്യകശിപുഃ, ഹിരണ്യകശിപു. കേ ഹിരണ്യകശിപും ധ്യായന്തി? ആരാണ് ഹിരണ്യകശിപുവിനെ ധ്യാനിക്കുന്നത്? ജനാഃ, ജനങ്ങൾ. കിം ദേവേഭ്യഃ ന ദാസ്യന്തി? എന്താണ് ദേവന്മാർക്ക് കൊടുക്കാണ്ടിരിക്കുന്നത്? യജ്ഞഭാഗാദികം, യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. കസ്യ ധരണേന അപി സഹ ജീവതി? ആരുടെ ചവിട്ട് കൊണ്ടിട്ടുമാണ് അവൻ ജീവിച്ചിരിക്കുന്നത്? ആരുടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആനയുടെ, ഗജസ്യ. രാക്ഷസാഃ കുതഃ പ്രഹ്ലാദം പാതിത്വന്തഃ? രാക്ഷസന്മാര് പ്രഹ്ലാദനെ എവിടെ നിന്നാണ് തള്ളിയിട്ടത്? ഉത്തുംഗശിഖരാത്, അതായത് മലയുടെ ഏറ്റവും മേലെ നിന്ന്. ഹിരണ്യകശിപുഃ കസ്മാത് വരം പ്രാപ്തവാൻ? ഹിരണ്യകശിപു ആരിൽ നിന്നാണ് വരം നേടിയത്, പ്രാപ്തമാക്കിയത്? ബ്രഹ്മദേവാത്, ബ്രഹ്മദേവനാൽ നിന്ന്. ഹരിഃ കുത്ര അസ്തി ഇതി കഃ വദതി? ഹരി എവിടെയാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഹിരണ്യകശിപഃ, അതായത് ഹിരണ്യകശ്യപൻ. അടുത്ത ചോദ്യം നോക്കാം. അധഃ പ്രദത്താനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരാണി ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. കേ ഭീതാഃ തിഷ്ഠന്തി? ആരാണ് പേടിച്ചിരുന്നത്? ആരൊക്കെയാ? സുരാഃ, അസുരാഃ, യക്ഷ, ഗന്ധർവ, കിന്നരാഃ സർവേ ഹിരണ്യകശിപോഃ ഭീതാഃ തിഷ്ഠന്തി. ദേവൻ, അസുരൻ, യക്ഷ, ഗന്ധർവൻ, കിന്നരങ്ങൾ എന്നിങ്ങനെ എല്ലാവരും തന്നെയായിരുന്നു ഹിരണ്യകശിപുവിനെ പേടിച്ചിരുന്നത്. പ്രഹ്ലാദഃ അഹർനിശം കിം കരോതി? പ്രഹ്ലാദൻ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാണ്ട് എന്താണ് ചെയ്തിരുന്നത്? പ്രഹ്ലാദഃ അഹർനിശം ഹരേഃ ഗുണഗാനം കരോതി. പ്രഹ്ലാദഃ അഹർനിശം കിം കരോതി? പ്രഹ്ലാദൻ രാവും പകലും എന്താണ് ചെയ്തിരുന്നത്? പ്രഹ്ലാദഃ അഹർനിശം ഹരേഃ ഗുണഗാനം കരോതി. പ്രഹ്ലാദൻ രാവും പകലും ഹരിയുടെ ഗുണഗാനമാണ് ചെയ്തിരുന്നത്. പ്രഹ്ലാദം കഥം സമുദ്രേ ക്ഷിപ്തവന്തഃ? പ്രഹ്ലാദനെ എങ്ങനെയാണ് നടുക്കടലിൽ എറിഞ്ഞത്? രജ്വാ ബദ്ധ്വാ രാക്ഷസാഃ പ്രഹ്ലാദം സമുദ്രമധ്യേ ക്ഷിപ്തവന്തഃ. കയറ് കെട്ടിയിട്ടാണ് രാക്ഷസന്മാര് പ്രഹ്ലാദനെ നടുക്കടലിൽ എറിഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. നരസിംഹഃ കഥം ബഹിഃ ആഗച്ഛതി? നരസിംഹം എങ്ങനെയാണ് വെളിയിൽ വന്നത്? ഹിരണ്യകശിപുഃ ഖഡ്ഗപ്രഹാരേണ സ്തംഭാത് മഹതാ ഗർജനേന നരസിംഹഃ ബഹിഃ ആഗച്ഛതി. ഹിരണ്യകശിപുവിൻ്റെ വാളിൻ്റെ പ്രഹരത്താൽ തൂണിൽ നിന്ന് ഏറെ ഗർജനത്തോടെയാണ് നരസിംഹം വെളിയിൽ വന്നത്. ഹിരണ്യകശിപുഃ കേന സ്തംഭം ഭങ്ക്ഷാമി ഇതി വദതി? ഹിരണ്യകശിപു എന്താലാണ് തൂണ് തകർക്കുമെന്ന് പറഞ്ഞത്? ഹിരണ്യകശിപുഃ ഖഡ്ഗേന സ്തംഭം ഭങ്ക്ഷാമി ഇതി വദതി. ഹിരണ്യകശിപു വാളിൻ്റെ പ്രഹരത്താൽ, അതായത് വാളുകൊണ്ട് സ്തംഭം തകർക്കും എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം റിക്തസ്ഥാനാനി പൂരയന്തു. രാമേണ, രാമാഭ്യാം, രാമൈഃ. ഉദാഹരണം തന്നതനുസരിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ബാക്കിയുള്ളതും ഫില്ല് ചെയ്യാം. ചമസേന, ചമസാഭ്യാം, ചമസൈഃ. ആചാര്യേണ, ആചാര്യാഭ്യാം, ആചാര്യൈഃ. ആസന്ദേൻ, ആസന്ദാഭ്യാം, ആസന്ദൈഃ. ബാലികയാ, ബാലികാഭ്യാം, ബാലികാഭിः.
पेटिकया पेटिकाभ्यां पेटिकाभिः मित्रेण मित्राभ्यां मित्रैः വസ്ത്രേണ വസ്ത്രാഭ്യാം വസ്ത്രൈഃ. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം രേഖാങ്കിത പദാനി ആധൃത്യ പ്രശ്നനിർമ്മാണം കുറുവന്തു. ഉദാഹരണം തന്നതനുസരിച്ച് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹിരണ്യകശിപുഹു ആഗച്ഛതി. ഹിരണ്യകശിപു വരുന്നു. ഹിരണ്യകശിപുഹു എന്നതിനാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് വരുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എന്തെഴുതും? കഹ ആഗച്ഛതി. സുരാസുരാഹ സർവേ ഭീതാഹ ഭവിഷ്യന്തി. ദേവനും അസുരനും എല്ലാവരും ഭയപ്പെടുന്നു എങ്കിൽ ഭയപ്പെടും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്? കേ സർവേ ഭീതാഹ ഭവിഷ്യന്തി. ദൈത്യരാജഃ ഖഡ്ഗേന പ്രഹരതി. ദൈത്യരാജാവ് വാളാൽ പ്രഹരിക്കുന്നു. ദൈത്യരാജാവ് എന്താലാണ് പ്രഹരിക്കുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. ഖഡ്ഗേന എന്നല്ലേ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് അപ്പം എന്തെഴുതും? ദൈത്യരാജഃ കേന പ്രഹരതി. ദൈത്യരാജാവ് എന്താലാണ് പ്രഹരിക്കുന്നത്? അഹം പ്രഹ്ലാദം മാരയിഷ്യാമി. ഞാൻ പ്രഹ്ലാദനെ കൊല്ലും. പ്രഹ്ലാദം പ്രഹ്ലാദനെ. ഇപ്പം ആരെ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എന്തെഴുതും? അഹം കം മാരയിഷ്യാമി. ഞാൻ ആരെയാണ് കൊല്ലുന്നത്? താത് ഹരിസ്തു സർവത്ര അസ്തി. അച്ഛാ, ഹരിയാണിൽ എല്ലായിടത്തും ഉണ്ട്. സർവത്ര എല്ലായിടത്തും. അപ്പോൾ എവിടെ ഉണ്ട് എന്നാണ് ചോദ്യം വരേണ്ടത് അല്ലേ? അപ്പം നമ്മൾ എന്തെഴുതും? താത് ഹരിസ്തു കുത്ര അസ്തി. താത് അച്ഛാ, ഹരിയാണയിൽ എവിടെയാണുള്ളത്? പുത്രസ്യ വിഷയെ വക്തുമിച്ഛതി. പുത്രനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പുത്രൻ്റെ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പുത്രസ്യ പുത്രൻ്റെ, മകൻ്റെ. അപ്പോൾ ആരുടെ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതും? കസ്യ വിഷയെ വക്തുമിച്ഛതി. ആരുടെ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ആരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കണത്? അടുത്ത ചോദ്യം നോക്കാം. നരസിംഹഃ നിജനഖൈഃ ഹിരണ്യകശിപും മാരിത്വാൻ. നരസിംഹം സ്വന്തം നഖത്താൽ ഹിരണ്യകശിപുവിനെ കൊന്നു. നിജനഖൈഃ സ്വന്തം നഖത്താൽ. അപ്പോൾ എന്തെഴുതും? എന്താൽ എന്നാണ് ചോദ്യം വരേണ്ടത്. നരസിംഹഃ കൈഃ ഹിരണ്യകശിപും മാരിത്വാൻ. നരസിംഹം എന്താലാണ് ഹിരണ്യകശിപുവിനെ കൊന്നത്? അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അധഃ പ്രദത്തേഷു സ്ഥാനേഷു തൃതീയവിഭക്ത്യാന്താനി രൂപാണി ലിഖന്തു. താഴെ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? തൃതീയവിഭക്തി ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സിനെ തൃതീയവിഭക്തിയാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാൻ. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോകാം. ഏകദേശം ഇതിൻ്റെ എല്ലാ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അഹം മമ ഖഡ്ഗ സ്തംഭം ഭങ്ഷ്യാമി. ഖഡ്ഗ് എന്നാണ്. അതിനോടൊപ്പം ഖഡ്ഗിനോടൊപ്പം തൃതീയവിഭക്തി ചേരുമ്പോൾ ഖഡ്ഗേന. അഹം മമ ഖഡ്ഗേന സ്തംഭം ഭങ്ഷ്യാമി. പ്രഹ്ലാദഃ ഗജസ്യ പദദലന അപി ജീവതി. പദദലന തൃതീയവിഭക്തി ചേരുമ്പോൾ പദദലനേന. സർവേ ജനാഃ നാരായണ അനുഗൃഹീതാഃ. നാരായണ തൃതീയവിഭക്തി ചേരുമ്പോൾ നാരായണേന. സർവേ ജനാഃ നാരായണേന അനുഗൃഹീതാഃ. നിജനഖ തവ വക്ഷഃ സ്ഥലം വിധീര്യ മാരയിഷ്യാമി. നിജനഖ നിജനഖൈഃ എന്ന് വരും. ഓക്കെ, ബാലികാഃ ശിക്ഷിക സഹ ചർച്ചാം കുർവന്തി. ശിക്ഷിക തൃതീയവിഭക്തി ചേരുമ്പോൾ ശിക്ഷികയാ. ബാലികാഃ ശിക്ഷികയാ സഹ ചർച്ചാം കുർവന്തി. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം സംയോജ്യം ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് സംയോജിപ്പിച്ച് എഴുതുക. ഓക്കെ,
രമ അധികം ഈശഃ രമേശഃ. സുര അധികം ഈശ്വരഃ സുരേശ്വരഃ. നാഗ് അധികം ഇന്ദ്രഃ നാഗേന്ദ്രഃ. ഗജ അധികം ഇന്ദ്രഃ ഗജേന്ദ്രഃ. മാതാ അധികം ഇവ മാതേവ. രാം അധികം ഇതി രാമേതി. पर अधिകം उपकारः परोपकारः. രാമേണ അധികം ഉക്തം രാമേണോക്തം. തസ്യ അധികം ഉപരി തസ്യോപരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉദാഹരണാനുസാരം വാക്യാനി വർത്തമാനകാലतः ഭവിഷ്യത്കാലേ പരിവർത്തയന്തു. ഉദാഹരണം തന്നനുസരിച്ച് പ്രസന്റ് ടെൻസിലുള്ള സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വർത്തമാനകാലः ഭവിഷ്യത്കാലः, പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. സാ ആപ്പണം ഗച്ഛതി. ഇത് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ വരും? സാ ആപ്പണം ഗമിഷ്യതി. രമ ക്രീഡാങ്കണേ ക്രീഡതി. എങ്ങനെ വരും? രമ ക്രീഡാങ്കണേ ക്രീഡിഷ്യതി. ബാലാഃ ഫലാനി ഖാദന്തി. ബാലാഃ ഫലാനി ഖാദിഷ്യന്തി. താഃ യോഗാസനം കുർവന്തി. താഃ യോഗാസനം കരിഷ്യന്തി. അഹം നിത്യം പഠാമി. അഹം നിത്യം പഠിഷ്യാമി. ത്വം കസ്മിൻ വിഷയേ വദസി. ത്വം കസ്മിൻ വിഷയേ വദിഷ്യസി. ആവാം പാഠം ലിഖാവഃ. ആവാം പാഠം ലേഖിഷ്യാവഃ. യൂയം ശാലാം ഗച്ഛത്. യൂയം ശാലാം ഗമിഷ്യത്. ते बालिके वैद्ये भवतः. ते बालिके वैद्ये भविष्यतः. वयं श्लोकान् स्मरामः. वयं श्लोकान् स्मरिष्यामः. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉദാഹരണാനുസാരം വ്യക്തസ്ഥാനാനി പൂരയന്തു. ഉദാഹരണം തന്നനുസരിച്ച് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ബാലകः कार्यं करिष्यति. बालकौ कार्यं करिष्यतः. ബാലകാഃ കാര്യം കരിഷ്യന്തി. ഇതേ കണക്ക് ബാക്കിയുള്ളതും ഫില്ല് ചെയ്യണം. ഓക്കെ. സഹ ശാലാം ഗമിഷ്യതി. തൗ ശാലാം ഗമിഷ്യതഃ. തേ ശാലാം ഗമിഷ്യന്തി. ത്വം ശ്ലോകം വദിഷ്യസി. യുവാം ശ്ലോകം വദിഷ്യതഃ. യൂയം ശ്ലോകം വദിഷ്യത. അഹം പുസ്തകാനി ദാസ്യാമി. ആവാം പുസ്തകാനി ദാസ്യാവഃ. വയം പുസ്തകാനി ദാസ്യാമः. ഛാത്രः പ്രദർശിനി ദൃശ്യതി. ഛാത്രौ പ്രദർശിനി ദൃശ്യതः. ഛാത്രാः പ്രദർശിനിം ദൃശ്യन्ति. അഹം ഭഗവദ്ഗീതാം ശ്രോഷ്യാമി. അഹം ഭഗവദ്ഗീതാം ശ്രോഷ്യാവः. വയം ഭഗവദ്ഗീതാം ശ്രോഷ്യാമः. ബാലികാ കഥാ ലേഖിഷ്യതി. ബാലികേ കഥാം ലേഖിഷ്യतः. ബാലികാം കഥാം ലേഖിഷ്യन्ति. ത്വം കിം ഖാദിഷ്യസി. യുവാം കിം ഖാദിഷ്യതഃ. യൂയം കിം ഖാദിഷ്യത. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.